ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ട. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ രേവതി സച്ചിയും കൂടിയിട്ട് വിമലയ്ക്കുള്ള ഭക്ഷണം മേടിച്ചിട്ട് വരുന്ന സമയത്ത് വിമലയുടെ അടുത്തേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ആൻറ്റി ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ വിമല പറയണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറയണം. അപ്പോഴേക്കും ഡോക്ടർ വരുന്നു. ഡോക്ടർ വന്നിട്ട് ആദ്യം പരിശോധിച്ചിട്ട് പറയും ഇന്ന് ഡിസ്ചാർജ് ആക്കാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവരണം എന്ന് പറയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറയുന്ന സമയത്ത് ഇപ്പോൾ വേണ്ട മോളെ ഞാൻ കഴിച്ചോളാം എന്ന് പറയണം. പിന്നെ വിമല അങ്ങനെ മനസ്സിലാക്കുക എങ്ങനെയാണ് ശ്രുതിയോടൊന്ന് വിവരം അറിയിക്കുക, ഡിസ്ചാർജ് ആയ കാര്യം എന്നൊക്കെ അങ്ങനെ വിചാരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഡിസ്ചാർജ് ആക്കിയ കാര്യം പറയുമ്പോൾ സച്ചി പറയണ ഡിസ്ചാർജ് ആക്കി ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പം ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ 2 ദിവസം കൂടി ഇവിടെ നിൽക്കാം, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് ഇവിടുന്ന് പൊക്കോളാന്ന് പറയാണ്. അപ്പം തന്നെ വിമല പുറത്തിറങ്ങി ശ്രുതിനെ വിളിച്ച സമയത്ത് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ 2 ദിവസം കൂടി ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് വിമല അങ്ങനെ പറയുന്നത് സച്ചിയോട്. അപ്പോൾ സച്ചി പറയും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആദ്യക്ക് പേടിയാവും ഇവിടെ നിൽക്കാന്ന് പറയുമ്പോൾ. അപ്പോഴേക്ക് ആദ്യം കണ്ണ് തുറന്നു വെച്ചാൽ ബോധം വന്ന് ആ രേവതിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ തിരിച്ചറിയും, സച്ചിനെ തിരിച്ചറിയും. അപ്പോൾ പറയും എനിക്കിവിടെ നിൽക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോവാം, എനിക്ക് പേടി അമ്മമ്മേ, നമുക്ക് ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറയും. അപ്പോൾ സച്ചി പറയണം എന്തായാലും 2 ദിവസം ഞങ്ങളുടെ വീടുണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ വന്ന് നിൽക്കാമെന്ന് പറയണം. അപ്പോൾ വിമല പറയും അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ ചോദിക്കുമ്പോൾ ഇല്ല ആൻറ്റി എന്താ അങ്ങനെ പറയണത് ചോദിച്ചിട്ട് അങ്ങനെ സച്ചി പറയും ഞാൻ ഇപ്പോൾ വരാം. രേവതി പറഞ്ഞ് സച്ചി പോയി ഡിസ്ചാർജിൻ്റെ പൈസയൊക്കെ അടച്ച് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴേക്കും ശ്രുതിയോട് വിളിച്ചിട്ട് വിമല ഈ വിവരങ്ങളൊക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് അവർ എല്ലാവരും കൂടിയിട്ട് സച്ചിയുടെ വീട്ടിലേക്ക് ചന്ദ്രോദയത്തിലേക്ക് പോവാണ്. ഈ സമയത്ത് ശ്രുതി വീട്ടിലെത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിമലേനെ, പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക, എന്താ അമ്മയെ വിളിച്ചിട്ട് കിട്ടാത്ത, ആദ്യമൊക്കെ എന്തെങ്കിലും ഉണ്ടാണാവോ, ഡിസ്ചാർജ് ആയി എന്ന് പറഞ്ഞു, പിന്നെ അവർ എവിടേക്കാണ് പോയിണ്ടാവുക എന്നൊക്കെ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതി ആ സമയത്ത് കൊണ്ട് ഒരു ശ്രുതി വായ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ഞാൻ വരാം ശ്രുതി പൊക്കോ എന്ന് പറയണേ. എന്താ ശ്രുതി എന്നോട് ദേഷ്യപ്പെടുന്ന, ആശുപത്രി പോയി വന്നപ്പോൾ തൊട്ട് ശ്രുതി ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുന്നത്. ശ്രുതിക്ക് ഇപ്പം എന്താ വേണ്ടത്, ഞാൻ വരണം അത്രയല്ലേ ഉള്ളൂ, ഞാൻ വരാം ശ്രുതി നടന്നാൽ പറഞ്ഞാൽ ശ്രുതി പോയ ഉടനെ ഇവള് വീണ്ടും അതിലടച്ച് കുറ്റിയിട്ടിട്ട് വീണ്ടും അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ ഫോൺ എടുക്കില്ല, അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോയാണ്. ആ സമയത്ത് ചന്ദ്രമതി ഫുഡൊക്കെ റെഡിയാക്കി ടേബിളുമ്മ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. രവീന്ദ്രൻ വന്ന് വർഷയും ശ്രീകാന്തും ചോദിക്കും എന്തിനാ ഞങ്ങളെ വിളിച്ചു ചേർത്ത്, ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കായിരുന്നില്ലേ ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി പറയും അതെന്താ അതിൻ്റെ ആവശ്യം, ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒരുത്തിക്ക് ഇവിടുന്ന് രാവിലെ നീറ്റ് പോയാൽ മതിയല്ലോ, ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കറങ്ങിയിട്ടാണ് വരിക എന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേവതി കയറി വരുമ്പോൾ രേവതി കാണുമ്പോൾ ശ്രുതി മനസ്സിലാക്കാൻ രേവതിക്ക് അറിയാം ആദ്യം അമ്മ എവിടേക്കാണ് പോയെന്ന്, രേവതിയോട് ചോദിച്ചാൽ അറിയാം അവരെവിടേക്കാണ് പോയി എന്നൊക്കെ അങ്ങനെ ശ്രുതി വിചാരിച്ചിരിക്കുന്ന സമയത്ത് രേവതിയുടെ പിന്നാലെ വിമല കയറി വരുന്ന കാണുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോവാണ്, ഷോക്കാവാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കും ഇതെന്തിനാ ഇവരിങ്ങോട്ട് വന്നേക്കണമെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും ഇങ്ങനെ അവരുടെ മോനെ ആക്സിഡൻ്റ് ആയി, അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണിച്ചിട്ടാണ് നാട്ടിൽ പോകാൻ പറ്റില്ല, അപ്പം നാട്ടിൽ പോയി വരാൻ ഭയങ്കര ദൂരമല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞതാണെന്ന് പറയണം. സച്ചി ആദീനെ ചുമലിൽ കടത്തിയിട്ടുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുമോ വളരെ സന്തോഷം കണ്ടല്ലോ, അതിനെന്താ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്രമതി പറയും അതെന്താ വരണവർക്ക് മുഴുവൻ കയറി താമസിക്കുക, ഇതെന്താ ഹോട്ടലോ, അതൊന്നും ഇവിടെ നടക്കണ കേസല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി കുറേ വഴക്ക് പറയണം. അപ്പോൾ അങ്ങനെ സച്ചി അവരെ പറയുമ്പോൾ സച്ചി സമ്മതിക്കുന്നില്ല. അപ്പോൾ സച്ചി പറയും ഇത് എൻ്റെ അച്ഛൻ്റെയും കൂടി വീടാണ്, നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള വീടല്ല, അച്ഛൻ പറയട്ടെ ഇവരിവിടെ താമസിക്കേണ്ടെന്ന് പറയട്ടെ പറയും. അപ്പോൾ ചന്ദ്രമതി പറയും ഈ വീട്ടിൽ അല്ലെങ്കിൽ റൂമോളൊന്നുമില്ല, എന്നും ഇവിടെ റൂമിനടിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ഇവരുടെയും കൂടി ഒരു കുറവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വിമല പറയും ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാണ്, ഞാൻ പുറത്ത് എവിടെയെങ്കിലും റൂം എടുത്തോളാം, ഞാൻ വരുന്നില്ല പറഞ്ഞതാണ് സച്ചി രേവതി നിർബന്ധിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും അതിനെന്താ വിമല, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ. ഈ സമയത്ത് ശ്രുതി ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. ശ്രുതിക്ക് ഇവരേനെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ശ്രുതിയുടെ അമ്മേനെയും ശ്രുതിയുടെ മോനെയും ഇങ്ങനെ ചന്ദ്ര ഇൻസൾട്ട് ചെയ്യുമ്പോൾ ശ്രുതിക്ക് നെഞ്ച് പൊട്ടേണ്ട വേദനയോടാണ് ശ്രുതി നിൽക്കണമെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവും. അങ്ങനെ ചന്ദ്രൻ അവിടെ താമസിപ്പിക്കണ്ടേ എന്നുള്ള ആ ഒരു ചർച്ചയിലാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂ അവസാനിച്ചേക്കുന്നത്. ചന്ദ്ര എത്രയും ക്രൂരമായാണ് അത്രയും ക്രൂരമായിട്ടാണ് കേട്ടോ ചന്ദ്ര പെരുമാറുന്നത്. പക്ഷേ ശരിക്കും ശ്രുതി ഒരമ്മ, ആ അമ്മയുടെ മനസ്സ് സ്വന്തം അമ്മയും കുട്ടിയും മറ്റുള്ളവർ ഇങ്ങനെ താത്തിക്കെട്ടി സംസാരിക്കുമ്പോൾ അത് കേട്ട് നിസ്സഹായതയോടുകൂടി നിൽക്കേണ്ടി വരണ ഒരു അമ്മ, ആ അമ്മേനെയാണ് ശ്രുതിയിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. വളരെ ഭയങ്കര വിഷമമാവുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇത് കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം കേട്ടോ. താങ്ക്